സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ആയിരിക്കുന്നത്. ഫ്ലോറൻസ് എന്ന് പറയുന്ന ഈ നഗരം, അത് ഇറ്റലിയുടെ തന്നെ നവോത്ഥാന കാലഘട്ടത്തിൽ ഇവിടെ നിന്നാണ് മുഖ്യ നേതാക്കന്മാരും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ മൈക്കൽ ആഞ്ചലോയുടെ ജന്മസ്ഥലമാണ്, ലിയനാർഡോ ഡാവിഞ്ചിയുടെ സ്ഥലമാണ്. അങ്ങനെ എന്തുകൊണ്ടും പേര് കേട്ട നവോത്ഥാന നേതാക്കന്മാരെ ഇറ്റലിക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന ഒരു നഗരമാണ് ഫ്ലോറൻസ്. ഈ ഫ്ലോറൻസിൽ ഒത്തിരി നമുക്ക് കാണാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് ഫ്ലോറൻസിൻ്റെ കത്തീഡ്രൽ ദേവാലയമാണിത്. 14-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട വലിയ കത്തീഡ്രൽ ദേവാലയമാണ്. ആർട്ട് വർക്കുകളാൽ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദേവാലയത്തിൻ്റെ മുകൾ ഭാഗങ്ങളിലെല്ലാം വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന, മൊത്തം മൊസൈക്ക് വർക്കാൽ തീർത്തിരിക്കുന്ന ഒരു ദേവാലയമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം, ദേവാലയം കാണാം, അതോടൊപ്പം തന്നെ വിശുദ്ധൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് മൈക്കൽ ആഞ്ചലോയുടെ, ആർട്ടിൻ്റെ തന്നെ വലിയ കലാകാരന്മാരുടെ നേതാവായ മൈക്കൽ ആഞ്ചലോയുടെ ഡേവിഡ് എന്ന് പറഞ്ഞ സ്റ്റാച്യു, അതിൻ്റെ വലിയൊരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിലേക്ക് നീങ്ങാം. ഇന്ന് ഫ്ലോറൻസിൽ ഒരല്പം ചാറ്റമഴയൊക്കെയാണ്. അതുകൊണ്ട് അത്ര പ്രകാശമായുള്ളൊരു അന്തരീക്ഷമല്ല. എങ്കിലും നമുക്ക് മനോഹരമായ ഈ ഒരു ദേവാലയം നമുക്ക് കാണാം. ഇത് ബാപ്റ്റിസ്റ്ററിയാണ്, അതായത് മാമോദീസ നൽകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ ദേവാലയത്തിലേക്ക് നീങ്ങുകയാണ്. ദേവാലയത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത് ദേവാലയത്തിൻ്റെ ഏകദേശം പുറകുവശമാണ് കേട്ടോ. കാരണം ദേവാലയത്തിന് ചുറ്റും ഇങ്ങനെ ക്യൂ നിൽക്കുക. ഫ്ലോറൻസിൽ വരുന്ന ആളുകളെല്ലാം ഫ്ലോറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡുവോമോ അല്ലെങ്കിൽ ഈ ദേവാലയം, കത്തീഡ്രൽ ദേവാലയം കണ്ടിട്ടാണ് പോകുന്നത്. ഇത് മൊസൈക്കാൽ തീർത്ത ഒരു ദേവാലയമാണ്, വലിയൊരു ദേവാലയം. അതിൽ മൊത്തവും ആർട്ട് വർക്കുകളും അതേപോലെ തന്നെ എല്ലാ രീതിയിലും അലങ്കരിക്കപ്പെട്ട, മൊസൈക്ക് വർക്കാൽ അലങ്കരിക്കപ്പെട്ട ഒരു ദേവാലയം. നമ്മളും ക്യൂ നിന്ന് മുന്നോട്ട് നീങ്ങുന്നു. വലിയ ക്യൂ ആണ്. അങ്ങനെയാണ് നമ്മൾ ദേവാലയത്തിന് മുന്നിലേക്ക് എത്തുക. ഈ ഫ്ലോറൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഫ്ലോറൻസ് നഗരം അത് 1865 മുതൽ 1871 വരെ ഇറ്റലിയുടെ തലസ്ഥാന നഗരിയായിരുന്നു. അതിനുശേഷം 1871 ശേഷമാണ് റോം ഇറ്റലിയുടെ ക്യാപിറ്റൽ ആയിട്ട് മാറുന്നത്. അതുവരെ ഫ്ലോറൻസ് ആയിരുന്നു ഇറ്റലിയുടെ ക്യാപിറ്റൽ സിറ്റി. നമ്മൾ ദേവാലയത്തിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നിന്ന് ഇവിടെ നമുക്ക് കാണാം, ഈ മുൻഭാഗത്തും ദേവാലയത്തിന് മുന്നിലെ ആർട്ട്, ദേവാലയത്തിൻ്റെ ആ സൈഡ് ഡോറിലുള്ള ഒരു ആർട്ട് നോക്കി എത്രയോ മനോഹരമായിട്ടാണ് ആ ആർട്ട് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ ഏതൊരു ഭാഗവും ഒന്ന് ചെറുതായിട്ട് എടുത്താൽ പോലും അവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ വലിയ ആർട്ടാണ് നമ്മൾ കാണുക. നമ്മളിതാ ഫ്ലോറൻസിലെ വലിയ കത്തീഡ്രൽ ദേവാലയത്തിനകത്തേക്ക് തിരിക്കുകയാണ്. അൾത്താരയെ ലക്ഷ്യമാക്കി ദേവാലയം കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ദേവാലയത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം, ദേവാലയത്തിൻ്റെ ചുവരുകളിലൊന്നും ചിത്രങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുക, ഇറ്റലിയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു നഗരമാണ് ഫ്ലോറൻസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈബ്രറികളൊക്കെ എല്ലാ മുക്കിലും മൂലകളിലും ലൈബ്രറികളുണ്ട്. ഒത്തിരി വായിക്കുന്ന ആളുകളാണ്, വിദ്യാസമ്പന്നരായ ആളുകളാണ്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചുവരുകളിലൊന്നും അധികം ഡെക്കറേഷൻസോ ഒന്നുമില്ല. പിന്നീട് വരച്ചു ചേർത്ത ചില പടങ്ങളും ഒക്കെ മാത്രമാണ് നമ്മൾ കാണുക. എങ്കിൽ തന്നെയും ഈ ഡുവോമോയിൽ നമുക്ക് വരകൾ, ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. സ്വർഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ചിത്രമാണ് നമ്മൾ ഈ ഡുവോമോയിൽ കാണുക. വലിയൊരു ഡുവോമോ ആണ്. ഇത് പണിത് തീർക്കുവാനായിട്ട് ഒത്തിരി വർഷങ്ങൾ എടുത്തതാണ്. അതിൻ്റെ വരകളും ഒക്കെ വളരെ ആകർഷിക്കുന്നതാണ്, കാണുവാനായിട്ടുണ്ട് താനും. ഈ ദേവാലയത്തിൻ്റെ ഒരു സംരക്ഷണം, അല്ലെങ്കിൽ ഫ്ലോറൻസിൻ്റെ തന്നെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ കലാകാരന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയൊക്കെ പിന്തുണച്ച ഒരു മെഡിച്ചി രാജവംശം ഉണ്ടായിരുന്നു. അവരുടെ ഈ മെഡിച്ചി രാജവംശത്തിൻ്റെ കൊട്ടാരങ്ങൾ ഫ്ലോറൻസിൽ നമുക്ക് അവിടെ ഇവിടങ്ങളിലായിട്ടൊക്കെ കാണാം. അവരുടെ മെഡിച്ചി ഫാമിലികളുടെ ഹെർബലായിട്ടുള്ള മെഡിസിൻ തോട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അവരുടെ കല്ലറകൾ, അവരുടെ മരിച്ചുപോയവരുടെയൊക്കെ കല്ലറയൊക്കെ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലും തൃപ്തിയിലും നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ സെനബൂസ് ഈ ഫ്ലോറൻസ് നഗരത്തിലെ തന്നെ, അല്ലെങ്കിൽ ഈ ഫ്ലോറൻസിലെ ആദ്യത്തെ ബിഷപ്പാണ്. ഫ്ലോറൻസിലെ ആദ്യത്തെ മെത്രാനാണ്
വിശുദ്ധ സെനേബൂസ്. വിശുദ്ധ സെനേബൂസിൻ്റെ ജീവചരിത്രം കേട്ടുകൊണ്ട് നമുക്ക് ക്രിപ്തിയിലേക്ക് നീങ്ങാം. 337 വിശുദ്ധ സെനേബൂസ് ജനിക്കുന്നത്. ഒരു പേഗൻ കുടുംബത്തിലാണ് ജനിച്ചത്. അതിനുശേഷം ക്രിസ്തുവിനെ കേട്ടറിഞ്ഞ് ക്രിസ്തീയതയിലേക്ക് വരികയും അങ്ങനെ ക്രിസ്തു തൻ്റെ ജീവിതം സ്വന്തമാക്കിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവിതം ക്രിസ്തുവിന് കൊടുത്തുകൊണ്ട് ഒരു പുരോഹിതനായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം ഫ്ലോറൻസിൻ്റെ ആദ്യത്തെ ബിഷപ്പായിട്ട് വിശുദ്ധ സെനേബൂസ് മാറുന്നുണ്ട്. കത്തോലിക്ക വിശ്വാസം തൻ്റെ പ്രസംഗങ്ങളിലൂടെ അനേകർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഒത്തിരി ജനത്തെ അദ്ദേഹം ക്രിസ്തീയതയിലേക്ക് ആകർഷിച്ചു. അങ്ങനെ ഒത്തിരി പേര് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയൊക്കെ ചെയ്തു. തൻ്റെ ആത്മീയ ജീവിതവും ആത്മീയ പ്രബോധനവും അതനുസരിച്ചിട്ടുള്ള അത്ഭുത പ്രവൃത്തികളൊക്കെ കാരണം ഒത്തിരി പേര് ക്രിസ്ത്യാനികളായി വരികയുണ്ടായി. വിശുദ്ധ അംബ്രോസിൻ്റെയും വിശുദ്ധ യൂജിൻ്റെയും ഒക്കെ ഒരു കൂട്ടുകാരനായിട്ടാണ് വിശുദ്ധ സെനേബൂസ് അറിയപ്പെടുക. നമുക്ക് വിശുദ്ധ സെനേബൂസിൻ്റെ പ്രത്യേക മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ സെനേബൂസിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്വന്തം മരിയ ദെല്ല നൊവേല്ല ദേവാലയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും ഫ്ലോറൻസിൻ്റെ മറ്റൊരു ലാൻഡ്മാർക്കാണ്. കാരണം ആദ്യമായിട്ട് എക്യുമെനിക്കൽ കൗൺസിൽ കൂടുന്നത് 1438 ഈ ദേവാലയത്തിൽ വെച്ചിട്ടാണ്. മരിയ ഡെല്ല നൊവേല്ല ദേവാലയത്തിൽ വെച്ച്. ദേവാലയത്തിൽ നിന്ന് നമ്മൾ നീങ്ങുന്നത് മൈക്കിൾ ആഞ്ചലോയുടെ ഡേവിഡ് എന്ന് പറഞ്ഞ സ്റ്റാച്യു വെച്ചിരിക്കുന്ന ആർട്ട് ഗ്യാലറിയിലേക്ക്. പ്രശസ്തമായ ഒരു ആർട്ട് ഗ്യാലറിയാണിത്. പ്രശസ്തമായ വരകൾ, ചിത്രങ്ങൾ എല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഫ്ലോറൻസിനെ കുറിച്ച് ഇനിയും ഒത്തിരി പറയാനുണ്ട് കേട്ടോ. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു നഗരമാണ് ഈ ഫ്ലോറൻസ്. അതുപോലെ തന്നെ ആഗോള കലാസഞ്ചാരികളുടെ തന്നെ ഒരു പ്രിയ തലസ്ഥാനമാണ് ഈ ഫ്ലോറൻസ്. അതായത് ചരിത്രവും കലയും ഒക്കെ സംയോജിപ്പിച്ച ഒരു നഗരമാണ്. അതുകൊണ്ട് തന്നെ വിദേശികൾ അല്ലെങ്കിൽ ഒത്തിരി പേര് ഇത് കാണുവാനായിട്ട് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട്. മറ്റ് സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, ഇറ്റാലിയൻ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ നിന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ദിവീന കൊമേദിയ എന്ന മഹാകാവ്യം എഴുതിയതിലൂടെ ഇറ്റാലിയൻ ഭാഷയുടെ തന്നെ പിതാവായി അറിയപ്പെടുന്ന ഡാൻഡ്രെ അലിഗിയേരി ഇവിടെ നിന്നാണ്. മുമ്പ് പറഞ്ഞ ലിയനാർഡോ ഡാവിഞ്ചി, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സപ്പറും മൊണാലിസയൊക്കെ വേൾഡ് ഫേമസ്. ഫയൽമാലാക വന്ന് മംഗളവാർത്ത അറിയിക്കുന്നതൊക്കെയാണ് ഇവിടെ ചിത്രീകരിച്ചത്. പക്ഷെ ആ ചിത്രത്തിൻ്റെ ഒരു ആഴം ഒരു 3D 4D ഒക്കെ ഉള്ളൊരു ഇഫക്റ്റിലാണ് അത് വരച്ചു തീർത്തിരിക്കുന്നത്. അതും ഏത് കാലഘട്ടത്തിൽ 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിലൊക്കെ വരച്ച ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുക. അതുപോലെ തന്നെ മൈക്കിളാഞ്ചലോയുടെ സിസ്റ്റീൻ ചാപ്പലുണ്ട്. സിസ്റ്റീൻ ചാപ്പലൊക്കെ മൈക്കിളാഞ്ചലോ അവിടെ കിടന്നുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡേവിഡിൻ്റെ സ്റ്റാച്ചു ആകാം. അതുപോലെ തന്നെ മറ്റു സ്റ്റാച്ചുകൾ, പിയേത്ത എന്ന് പറഞ്ഞ സ്റ്റാച്ചു നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ വലതുവശത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ശില്പമാണ് ഫിൻ പിയേത്രോ ദി വിങ്കോളി എന്ന് പറഞ്ഞ ചാപ്പല്. അത് നമ്മുടെ കൊളോസിയത്തിനടുത്തുള്ളൊരു പള്ളിയാണ്. ആ പള്ളിയിലാണ് മോസസ് എന്ന് പറഞ്ഞ സ്റ്റാച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഈ മനുഷ്യൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്തായിരുന്നു, പാഷൻ എന്തായിരുന്നു. സിസ്റ്റീൻ ചാപ്പൽ മാർപ്പാപ്പയെ ഇലക്ട് ചെയ്യുന്ന ചാപ്പൽ. ആ ചാപ്പലൊക്കെ മൈക്കിളാഞ്ചലോയുടെ കലാവിരുതാണ്. മനുഷ്യൻ അവിടെ അങ്ങ് മുകളിൽ ഈ തട്ടിലാണല്ലോ ഇതിൻ്റെ വരയൊക്കെ. അവിടെ കിടക്കുകയാണ്. ഭക്ഷണമൊക്കെ അങ്ങോട്ട് എത്തിച്ച് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഊണും ഉറക്കവും ഇല്ലാതെ ഈ മനുഷ്യൻ ചേർത്തിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന ചിത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ഡെഡിക്കേഷൻ്റെ പേരാണ് മൈക്കിളാഞ്ചലോ. ഇത്രയും സവിശേഷമായിട്ടുള്ള ഒരു ആർട്ട് ഗ്യാലറിയിലാണ് നമ്മളിന്ന് നിൽക്കുക. ഇവിടെ നമ്മൾ മൈക്കിളാഞ്ചലോയുടെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് തന്നെ നീങ്ങുകയാണ്. ആ പോകുന്ന വഴിക്കൊക്കെ എങ്ങനെയാണ് ഒരൊറ്റ കല്ലിൽ നിന്ന് ഓരോ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നത് എന്ന് അവർ കാണിച്ചു തരാനായിട്ട് ഓരോ കല്ലിൻ്റെയും ചില ഭാഗങ്ങൾ മാത്രം കൊത്തിയെടുത്തിട്ടുള്ള ചില സ്റ്റാച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരൊറ്റ കല്ലിൽ നിന്ന് അതിന് വേണ്ടാത്തതായതെല്ലാം വെട്ടി മാറ്റിക്കൊണ്ട് ഒരു സ്റ്റാച്ചുവിനെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടിരിക്കുകയാണ്.
ഏത്ത എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാച്യു പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഈശോ കിടക്കുന്ന ഒരു രൂപമാണ്. അതുപോലെ തന്നെ മോസസ്, പഴയ നിയമത്തിലെ മോസസ് 10 കൽപ്പനയുമായിട്ട് നിൽക്കുന്ന സ്റ്റാച്യു. അതിനുശേഷം ഡേവിഡ് എന്ന് പറഞ്ഞ സ്റ്റാച്യു ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു സങ്കല്പം പഴയ നിയമത്തിലെ തന്നെ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നുണ്ട് പേടകത്തിന് മുന്നിൽ. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു സ്റ്റാച്യു ഉണ്ടാക്കുന്നത്. ഒരു പക്ഷേ നെയ്ക്കഡ് ആയതുകൊണ്ട് അയ്യേ എന്ന് പറയുന്നതിന് പകരം കല മനസ്സിലാക്കുകയും ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ ഓരോ കയ്യിലെയും ഒക്കെ ഓരോ ഞരമ്പുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മസിലുകൾ എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട്, കാലിലെ നഖം മുതൽ ഓരോ മുടി ഇഴ പോലെ അത്രയും ഡീറ്റെയിൽഡായിട്ട് ആണ് ഈ സ്റ്റാച്യു ഒരൊറ്റ കല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. മൈക്കലാഞ്ചലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കല കൊണ്ടല്ല, കലയ്ക്കപ്പുറം ഈ കലയ്ക്ക് വേണ്ടി അദ്ദേഹം കൊടുത്ത സമയമോ അല്ലെങ്കിൽ തൻ്റെ ജീവിതമോ, അതിൻ്റെയൊക്കെ പേര് നമ്മൾ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഡെഡിക്കേഷൻ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അങ്ങനെ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡെഡിക്കേഷനിലൂടെ, പാഷനിലൂടെ ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള വലിയ കലാവിരുതുകൾ ലോകത്ത് സംഭവിക്കുക, അത്ഭുതങ്ങൾ തീർക്കാനായിട്ട് മനുഷ്യന് സാധിക്കുക. അതുകൊണ്ടൊക്കെ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആകാനായിട്ട്, പാഷനേറ്റ് ആകാനായിട്ട്, ഒത്തിരി കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യാനായിട്ടൊക്കെ ഓരോ മനുഷ്യനും സാധിച്ചത് ഈ പാഷനിലൂടെയും ഈ ഡെഡിക്കേഷനിലൂടെയും ഒക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓർക്കണം, മൈക്കലാഞ്ചലോ തൻ്റെ 26ാമത്തെ വയസ്സിൽ ഈ ഡേവിഡ് എന്ന് പറഞ്ഞ മഹാശില്പം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മളെയും ഇൻസ്പയർ ചെയ്യട്ടെ. ആർട്ടിൻ്റെ നഗരമായ ഫ്ലോറൻസിൻ്റെ തെരുവീഥികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതെല്ലാം തന്നെ വ്യത്യസ്തമായ കലാരൂപങ്ങളും ആർട്ടുകളുമാണ്. ഇവിടെ ഒരു ഭൂഗോളത്തിന് മുകളിൽ വേരൂന്നി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നമുക്ക് കാണാം. തൊട്ടടുത്ത് തന്നെ വ്യത്യസ്തമായ മറ്റ് ആർട്ട് വർക്കുകളെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ഭൂഗോളം, തൊട്ടടുത്ത് വ്യത്യസ്തമായ ഒരു സ്റ്റാച്യു, ഒരാളുടെ കയ്യിൽ ഒരു ഫാമിലി മുഴുവനും ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റാച്യു. ഇതെങ്ങനെ ഈ സ്റ്റാച്യു നിലകൊള്ളുന്നു എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ഗോൾഡ് ബ്രിഡ്ജിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഫ്ലോറൻസിൻ്റെ ഗോൾഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബിസിനസ്സിനെ ലോകപ്രശസ്തമാക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഫ്ലോറൻസ് നദിയുടെ കുറുകെയുള്ള ഫ്ലോറൻസിലെ പഴയ ബ്രിഡ്ജാണ്. എന്നാൽ ആ ബ്രിഡ്ജിൻ്റെ ഇരുവശങ്ങളിലായിട്ട് സ്വർണം വിൽക്കുന്ന കടകളാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ബ്രിഡ്ജ് ലോകപ്രശസ്തമായി മാറി. ഫ്ലോറൻസിലെത്തുന്ന വിനോദസഞ്ചാരികളെല്ലാം ഗോൾഡ് ബ്രിഡ്ജ് കാണാൻ വരികയും ഒരല്പം സ്വർണ്ണമേലും ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വലിയൊരു ഗോൾഡ് കച്ചവടം തന്നെ ഇവിടെ നടക്കുന്നു. അതുമൂലം ഫ്ലോറൻസ് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് വളരുകയും ചെയ്യുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഫ്ലോറൻസിനെ മനോഹരമാക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇത്രയൊന്ന് ഫ്ലോറൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം, കണ്ടിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.